ഡ്രൈവിംഗ് ലൈസൻസ് ഇനി മുതൽ നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റലായി സൂക്ഷിക്കാവുന്നതാണ്. പുതുതായി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിച്ചവർക്കും അതുപോലെ തന്നെ പഴയ ലൈസൻസ് ഉള്ളവർക്കും ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുപോലുള്ള ടെക് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പരിവാഹൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സെർച്ച് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പരിവാഹൻ സേവ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മൾ പരിവാഹൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ 3ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ നടുക്കായിട്ടുള്ള സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കേരള സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ, നീല കളറിലുള്ള കുറേ ബട്ടണുകളുള്ള ഒരു വിൻഡോ വരും. അത് നിങ്ങൾ റൈറ്റ് സൈഡിലെ ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു നടുക്കായിട്ടിരിക്കുന്ന ലൈസൻസ് മെനു എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾ 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള പ്രിൻറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾ കാണുക. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും കിട്ടുക. ആ വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP നമ്പർ ഇവിടെ ആ ഒരു എൻ്റർ OTP എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് പ്രിൻ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള ആ PVC കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള DL പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലൈസൻസ് ഇതുപോലെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് നിങ്ങളുടെ വാട്സപ്പിലേക്കോ ടെലിഗ്രാമിലേക്കോ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിൽ ആ ടോപ്പിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെൻഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ടെലിഗ്രാമിലേക്കൊക്കെ നിങ്ങളുടെ ഈ ഒരു ഡിജിറ്റൽ ലൈസൻസ് സെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ ലൈസൻസ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി പഴയ ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ആവശ്യമാണ്. ആ നമ്പർ നമുക്ക് ലഭിക്കുന്നതിനായിട്ട് പരിവാഹൻ വെബ്സൈറ്റിലേക്ക് തന്നെ പോവുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആ സമയത്ത് നമ്മളിങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക. അവിടെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് നമ്മളിവിടുന്ന് ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഈ ഒരു ബ്ലൂ കളറിലുള്ള ബട്ടണുകളുള്ള ഈ ഒരു പോപ്പപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് കളയുക. ശേഷം നമ്മൾ ലൈസൻസ് മെനുവിലേക്ക് വരിക. ലൈസൻസ് മെനുവിൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് അതേഴ്സ് എന്ന് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ആ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 1ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു വിൻഡോയിൽ സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം DL നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ DL നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ആ ഗ്രീൻ കളറിലുള്ള ക്യാപ്ച കോഡ് കൃത്യമായിട്ട് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തായി വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം പരിവാഹൻ വെബ്സൈറ്റിലേക്ക് പോവുക. ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയ ആപ്ലിക്കേഷൻ കൊടുത്തവർ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.